ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC വാൻകിഷർ. ജൂനിയർ ലാബസിൻ്റെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി ഇന്ന് നമ്മൾ സുവോളജിയുടെ മൊഡ്യൂൾ 1 മൂന്നാമത്തെ ടോപ്പിക്ക് ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ ആണ് എടുക്കുന്നത്. ഇത് NCERT ചാപ്റ്ററാണ്. അപ്പോൾ ഇതിനകത്തിൽ നിന്നും ഈ ഒരു ചാപ്റ്റർ ഫുള്ള് നമുക്ക് നോക്കണ്ട. ആദ്യം പറയുന്ന ബ്ലഡിനെ കുറിച്ചാണ് നമ്മൾ എടുത്തതാണ്. പിന്നീട് സ്ട്രക്ചർ ഓഫ് ഹ്യൂമൻ ഹാർട്ട്, കാർഡിയാക് സൈക്കിൾ, ECG ഇത്രയും ടോപ്പിക്ക് മാത്രം നമുക്ക് നോക്കിയാൽ മതി. കാരണം സിലബസിൽ അത് മാത്രമേ ഉള്ളൂ. ഹ്യൂമൻ സർക്കുലേറ്ററി സിസ്റ്റം അല്ലെങ്കിൽ ബ്ലഡ് വാസ്കുലാർ സിസ്റ്റം എന്ത് എന്നാണ് ആദ്യം പറയുന്നത്. മസ്കുലാർ ചേംബേർഡ് ഹാർട്ടും പിന്നെ നെറ്റ്വർക്ക് ഓഫ് ക്ലോസ് ടു ബ്രാഞ്ചിങ് ബ്ലഡ് വെസലും ബ്ലഡും കൂടി ചേർന്നിട്ടാണ് നമ്മുടെ ഹ്യൂമൻ സർക്കുലേറ്ററി സിസ്റ്റം ഉണ്ടായിരിക്കുന്നത്. അതിൽ ഹാർട്ട് എന്നത് ഒരു മീസോഡെർമലി ഡിറൈവ്ഡ് ഓർഗനാണ്. ഇത് തൊറാസിക് ക്യാവിറ്റിയിലാണ് ഇരിക്കുന്നത്. രണ്ട് ലെൻസിൻ്റെയും ഇടയ്ക്കായിട്ട് ചെറിയ രീതിയിൽ ലെഫ്റ്റിലോട്ട് ചരിഞ്ഞാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ സൈസ് എന്നത് ക്ലെഞ്ച്ഡ് ഫിസ്റ്റിൻ്റെ സൈസാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഒരു മുഷ്ടിയുടെ വലുപ്പമാണ് ഹാർട്ടിന് ഉള്ളത്. ഇത് പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്നത് ഡബിൾ വാൾഡ് മെംബ്രെയിനീസ് ബാഗ് വെച്ചിട്ടാണ്. ആ ഒരു മെംബ്രെയിനെ വിളിക്കുന്നതാണ് പെരികാർഡിയം. ഹാർട്ടിനെ പൊതിഞ്ഞിരിക്കുന്ന മെംബ്രെയിൻ ഏത് എന്ന് ചോദിച്ചാൽ അത് പെരികാർഡിയമാണ്. ഇതിൽ പെരികാർഡിയൽ ഫ്ലൂയിഡ് ഉണ്ട്. അവർ ഹാർട്ട് ഹാസ് 4 ചേമ്പേഴ്സ്. നമ്മുടെ ഹ്യൂമന് എത്ര ചേമ്പേഴ്സ് ആണ് ഉള്ളത് ഹാർട്ടിന് എന്ന് ചോദിച്ചാൽ 4 ചേമ്പേഴ്സ് ആണുള്ളത്. 4 അറകളാണ് ഉള്ളത്. 2 ചെറിയ അപ്പർ ചേമ്പർ, അതുപോലെ 2 വലിയ ലോവർ ചേമ്പർ, അങ്ങനെ 4 ചേമ്പറാണ് ഉള്ളത്. മുകളിൽ കാണുന്ന അപ്പർ ചേമ്പേഴ്സ്, ചെറിയ അപ്പർ ചേമ്പേഴ്സിനെ വിളിക്കുന്നത് ഏട്രിയ എന്നും അതുപോലെ താഴെ കാണുന്ന 2 അറകളെ വിളിക്കുന്നത് വെൻട്രിക്കിൾ എന്നുമാണ്. ഈ ഏട്രിയക്കാണെങ്കിൽ വെൻട്രിക്കിളിനേക്കാളും തിക്നെസ്സും കുറവാണ്, അതുപോലെ ചെറുതുമാണ്. താഴെ ഇരിക്കുന്ന വെൻട്രിക്കിളിന് തിക്നെസ് കൂടുതലുമാണ്, അതുപോലെ ഓട്രിയത്തെ അപേക്ഷിച്ച് വലുപ്പവും കൂടുതലാണ്. ഈ ലെഫ്റ്റ് ഏട്രിയത്തെയും റൈറ്റ് ഏട്രിയത്തെയും വേർതിരിച്ചുകൊണ്ട് ഒരു തിൻ മസ്കുലാർ വോൾ ഉണ്ട്. അതിനെ വിളിക്കുന്നതാണ് ഇൻ്റർ ഏട്രിയൽ സെപ്റ്റം. അതുപോലെ ലെഫ്റ്റ് വെൻട്രിക്കിളിനെയും റൈറ്റ് വെൻട്രിക്കിളിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നതാണ് ഇൻ്റർ വെൻട്രിക്കുലാർ സെപ്റ്റം. ഇനി സെയിം സൈഡിൽ വരുന്ന ഏട്രിയത്തെയും വെൻട്രിക്കിളിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നത് ഒരു തിക്ക് ഫൈബ്രസ് ടിഷ്യൂ ആണ്. അതിനെ വിളിക്കുന്നത് ഏട്രിയോ വെൻട്രിക്കുലാർ സെപ്റ്റം എന്നാണ്. ഏട്രിയങ്ങളെ തമ്മിൽ വേർതിരിക്കുന്നത് ഒരു തിൻ വോൾഡായിട്ടുള്ള മസ്കുലാർ വോളാണ്. അതാണ് ഇൻ്റർ ഏട്രിയൽ സെപ്റ്റം. ഇനി തിക്ക് വോൾഡായിട്ടുള്ള ഒരു മസ്കുലാർ വോള് വെൻട്രിക്കിൾസിനെ തമ്മിൽ വേർതിരിക്കുന്നുണ്ട്. അതിനെ വിളിക്കുന്നത് ഇൻ്റർ വെൻട്രിക്കുലാർ സെപ്റ്റം എന്നാണ്. സെയിം സൈഡിലുള്ള ഏട്രിയത്തെയും വെൻട്രിക്കിളിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നത് ഏട്രിയോ വെൻട്രിക്കുലാർ സെപ്റ്റവുമാണ്. റൈറ്റ് ഏട്രിയത്തിനും റൈറ്റ് വെൻട്രിക്കിളിനും ഇടയ്ക്കായിട്ട് ഒരു ഓപ്പണിംഗ് ഉണ്ട്. ആ ഓപ്പണിങ്ങിൽ ഒരു വാൽവും കാണപ്പെടുന്നു. റൈറ്റ് ഏട്രിയത്തിൻ്റെ റൈറ്റ് വെൻട്രിക്കിളിൻ്റെയും ഇടയ്ക്ക് കാണപ്പെടുന്ന വാൽവാണ് ട്രൈകാസ്പിഡ് വാൽവ്. അതുപോലെ ലെഫ്റ്റ് ഏട്രിയത്തിനും ലെഫ്റ്റ് വെൻട്രിക്കിളിനും ഇടയ്ക്കും ഇതുപോലെ ഓപ്പണിംഗ് ഉണ്ട്, അവിടെ വാൽവുമുണ്ട്. ലെഫ്റ്റ് ഏട്രിയത്തിനും ലെഫ്റ്റ് വെൻട്രിക്കിളിനും ഇടയ്ക്കായിട്ട് കാണപ്പെടുന്ന വാൽവാണ് ബൈകാസ്പിഡ് വാൽവ്. ബൈകാസ്പിഡ് വാൽവിൻ്റെ മറ്റൊരു പേരാണ് മിട്രൽ വാൽവ്. റൈറ്റ് വെൻട്രിക്കിൾ ഓപ്പൺ ചെയ്യുന്നത്, റൈറ്റ് വെൻട്രിക്കിളിലുള്ള ബ്ലഡ് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ പൾമണറി ആർട്ടറിയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ പൾമണറി ആർട്ടറിക്കും റൈറ്റ് വെൻട്രിക്കിളിനും ഇടയിലായിട്ടും, അതുപോലെ ലെഫ്റ്റ് വെൻട്രിക്കിൾ ഓപ്പൺ ചെയ്യുന്നത് അയോർട്ടയിലേക്കാണ്. ലെഫ്റ്റ് വെൻട്രിക്കിളിനും അയോർട്ടയ്ക്കും ഇടയ്ക്കായിട്ടും ഒരു ഓപ്പണിംഗ് ഉണ്ട്. ഇവിടെ രണ്ടും വാൽവ് കാണപ്പെടുന്നുണ്ട്. അത് സെമി ലൂണാർ വാൽവ് എന്നാണ് അതിനെ വിളിക്കുന്നത്. അപ്പോൾ ഈ വാൽവ് എന്തിനു സഹായിക്കുന്നു എന്ന് ചോദിച്ചാൽ ബ്ലഡിൻ്റെ ഫ്ലോയെ ഒരു ഡയറക്ഷനിലേക്ക് മാത്രമാകാൻ വേണ്ടി സഹായിക്കുകയാണ്. ബ്ലഡ് ഒഴുകി കഴിയുമ്പോഴെന്താണ്, ഈ വാൽവ് അങ്ങ് അടയും. ഇനി ബ്ലഡ് ഇതിലേക്ക് വേണമെങ്കിൽ ഇത് ഓപ്പൺ ആകും. അങ്ങനെയാണ്. കാർഡിയാക് മസിൽസ് വെച്ചിട്ടാണ് നമ്മുടെ ഹാർട്ട് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. പറഞ്ഞ കാര്യമാണ്, ഏട്രിയത്തിൻ്റെ വോളിനേക്കാട്ടിലും തിക്നെസ് കൂടുതലാണ് വെൻട്രിക്കിൾസിൻ്റെ വോളിന്. ഇനി ഒരു സ്പെഷ്യലൈസ്ഡ് കാർഡിയാക് മസ്കുലേച്ചർ നമ്മുടെ ഹാർട്ടിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിടക്കുന്നുണ്ട്. അതിനെ നമ്മൾ നോഡൽ ടിഷ്യൂ എന്ന് വിളിക്കും.
ഈ ഒരു നോഡൽ ടിഷ്യൂ അതിൻ്റെ ഒരു പാച്ച് റൈറ്റ് ഏട്രിയത്തിൻ്റെ റൈറ്റ് അപ്പർ കോർണറിലായിട്ട് കാണാം. റൈറ്റ് ഏട്രിയത്തിൻ്റെ റൈറ്റ് അപ്പർ കോർണറിലായിട്ട് കാണാം. അതിനെ വിളിക്കുന്നതാണ് SA നോഡ് അല്ലെങ്കിൽ സൈനോ ഏട്രിയൽ നോഡ് എന്ന്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സൈനോ ഏട്രിയൽ നോഡ് എവിടായിട്ടാണ് കാണപ്പെടുന്നത്? റൈറ്റ് ഏട്രിയത്തിൻ്റെ അപ്പർ കോർണറിലായിട്ടാണ്. റൈറ്റ് അപ്പർ കോർണറിലായിട്ടാണ് കാണുന്നത്. ഇനി ഇതിൻ്റെ തന്നെ മറ്റൊരു മാസ് ഓഫ് ടിഷ്യൂ നമ്മുടെ റൈറ്റ് ഏട്രിയത്തിൻ്റെ തന്നെ ലോവർ ലെഫ്റ്റ് കോർണറിൽ കാണപ്പെടുന്നുണ്ട്. ലോവർ ലെഫ്റ്റ് കോർണറിലാണ്, ഓർത്തിരിക്കുക, ലോവർ ലെഫ്റ്റ് കോർണറിൽ കാണപ്പെടുന്നുണ്ട്. അത് ഈ ഏട്രിയോ വെൻട്രിക്കുലാർ സെപ്റ്റം അതിനോട് അടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഏട്രിയോ വെൻട്രിക്കുലാർ നോഡ് എന്നാണ് വിളിക്കുന്നത്. ഏട്രിയോ വെൻട്രിക്കുലാർ നോഡ് അല്ലെങ്കിൽ AV നോഡ് എന്നാണ് വിളിക്കുന്നത്. ചിത്രത്തിൽ നോക്കിയാൽ നിങ്ങൾക്ക് SA നോഡും അതുപോലെ ഏട്രിയോ വെൻട്രിക്കുലാർ നോഡ് അല്ലെങ്കിൽ AV നോഡും കാണാനായിട്ട് പറ്റും. ഇവിടെ നോക്കിയാൽ AV നോഡ് പിന്നെയും അത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നതായിട്ട് കാണാം. അപ്പോൾ AV നോഡിൻ്റെ തുടർച്ചയായിട്ട് കുറച്ച് ബണ്ടിൽ ഓഫ് നോഡൽ ഫൈബേഴ്സ് ഉണ്ട്. അതിനെ വിളിക്കുന്നത് ഏട്രിയോ വെൻട്രിക്കുലാർ ബണ്ടിൽ, AV ബണ്ടിൽ എന്നാണ്. അത് ഏട്രിയോ വെൻട്രിക്കുലാർ സെപ്റ്റയിലൂടെ പാസ് ചെയ്തു പോകുന്നു. ഏട്രിയോ വെൻട്രിക്കുലാർ സെപ്റ്റ എന്ന് പറയുന്നത് ഏട്രിയത്തിനെയും വെൻട്രിക്കിളിനെയും തമ്മിൽ തിരിക്കുന്ന വോളാണല്ലോ. അപ്പോൾ അതിലൂടെ പാസ് ചെയ്ത് ഇത് എവിടെ എത്തുന്നു എന്ന് ചോദിച്ചാൽ ഇൻ്റർ വെൻട്രിക്കുലാർ സെപ്റ്റത്തിന് മുകളിലെത്തുന്നു. ഇൻ്റർ വെൻട്രിക്കുലാർ സെപ്റ്റത്തിന് മുകളിലെത്തി കഴിയുമ്പോൾ അത് പിരിഞ്ഞ് രണ്ടായിട്ട് ലെഫ്റ്റ് ബണ്ടിലായിട്ടും റൈറ്റ് ബണ്ടിലായിട്ടും രണ്ടായിട്ട് പിരിഞ്ഞു പോകുന്നു. പിന്നീട് ഇതിൻ്റെ ബ്രാഞ്ചസ് ചെറിയ മൈന്യൂട്ട് ഫൈബേഴ്സ് ആയിട്ട് മാറുന്നു. അത് വെൻട്രിക്കുലാർ മസ്കുലേച്ചറായിട്ട് അത് മൊത്തത്തിൽ വ്യാപിച്ച് വരുന്നു. അപ്പോൾ അതിനെ വിളിക്കുന്നത്, ഈ ഒരു മൈന്യൂട്ട് ഫൈബേഴ്സിനെ വിളിക്കുന്നത് പർക്കിഞ്ച് ഫൈബർ എന്നാണ്. ദ നോഡൽ മസ്കുലേച്ചർ ഹാസ് ദി എബിലിറ്റി ടു ജനറേറ്റ് ആക്ഷൻ പൊട്ടൻഷ്യൽസ് വിത്തൗട്ട് എനി എക്സ്റ്റേണൽ സ്റ്റിമുലൈ. ഈ നോഡൽ മസ്കുലേച്ചറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് ഒരു എക്സ്റ്റേണൽ സ്റ്റിമുലൈ ഇല്ലാതെ തന്നെ ആക്ഷൻ ജനറേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. അല്ലെങ്കിൽ നമുക്ക് അത് ഓട്ടോ എക്സൈറ്റബിൾ ആണ് എന്ന് വിളിക്കാം. ഇത് കാരണമാണ് ഹാർട്ട് സങ്കോചിക്കുന്നതും വികസിക്കുന്നതും ഒക്കെ. However, the number of action potential that could be generated in a minute vary at different parts of nodal system. Nodal systemന്റെ പല ഭാഗത്തും ചെറിയ വേരിയേഷൻ, ഇതിൻ്റെ നമ്പർ ഓഫ് ആക്ഷൻ പൊട്ടൻഷ്യലിന് ചെറിയ വേരിയേഷൻ ഉണ്ടാകുന്നുണ്ട്. SA നോഡിനാണ് കൂടുതൽ മാക്സിമം നമ്പർ ഓഫ് ആക്ഷൻ പൊട്ടൻഷ്യൽ ഉള്ളത്. ഒരു മിനിറ്റിൽ 70 മുതൽ 75 എന്നതാണ് SA നോഡിൻ്റെ ആക്ഷൻ പൊട്ടൻഷ്യൽ. ഇത് എന്തിനു സഹായിക്കുന്നു? ഹാർട്ടിൻ്റെ ആ ഒരു റിതമിക് കോൺട്രാക്റ്റൽ ആക്ടിവിറ്റിക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യാനും ഇനിഷ്യേറ്റ് ചെയ്യാനും സഹായിക്കുന്നു. Therefore, it is called പേസ് മേക്കർ. അതുകൊണ്ട് തന്നെ SA നോഡിനെ വിളിക്കുന്നത് പേസ് മേക്കർ എന്നാണ്. Our heart normally beats 70 to 75 times in a minute. അതായത് ആവറേജ് നോർമൽ ബീറ്റ്, ഹാർട്ടിൻ്റെ നോർമൽ ബീറ്റ് എന്നത് 72 ബീറ്റ്സ് പെർ മിനിറ്റ് ആണ്. അടുത്തത് കാർഡിയക് സൈക്കിളാണ്. ഇവിടെ ഹാർട്ട് എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. 4 ചേമ്പേഴ്സ് ഉണ്ട് ഹാർട്ടിന് എന്ന് പറഞ്ഞു. ദേ ആർ ഇൻ ജോയിൻറ്റ് ഡയസ്റ്റൾ. അതെപ്പോഴും ജോയിൻറ്റ് ഡയസ്റ്റളിലായിരിക്കും, എന്ന് വെച്ചാൽ വിശ്രമാവസ്ഥയിലായിരിക്കും. ആസ് ദി ട്രൈകാസ്പിഡ് ആൻഡ് ബൈകാസ്പിഡ് വാൽസ് ആർ ഓപ്പൺ, ബ്ലഡ് ഫ്രം ദി pulmonary vein and vena cava flows into the left and right ventricle respectively through the left and right atria. ഈ സമയത്താണ് ബ്ലഡ് ഫ്ലോ ചെയ്യുന്നത്. കാരണം ട്രൈകാസ്പിഡ് വാൽവും ബൈകാസ്പിഡ് വാൽവും എന്താണ്, ഓപ്പൺ ആയിരിക്കും ആ സമയത്ത്. അതുപോലെ സെമി ലൂണാർ വാൽവ്സ് ആ സമയത്ത് ക്ലോസ്ഡ് ആയിരിക്കും. ഓർത്തിരിക്കുക, ട്രൈകാസ്പിഡ് വാൽവും ബൈകാസ്പിഡ് വാൽവും ഓപ്പൺ ആയിരിക്കുമ്പോൾ സെമി ലൂണാർ വാൽവ്സ് അന്നേരം ക്ലോസ്ഡ് ആയിരിക്കും. ഈ സമയത്ത് SA നോഡ് പ്രവർത്തിക്കുന്നു, അതിൻ്റെ ആക്ഷൻ പൊട്ടൻഷ്യൽ നടക്കുന്നു. അത് രണ്ട് ഏട്രിയത്തെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. അങ്ങനെ അവിടെ ഏട്രിയത്തിൻ്റെ കോൺട്രാക്ഷൻ നടക്കുന്നുണ്ട്. ഏട്രിയൽ സിസ്റ്റളി എന്നാണ് വിളിക്കുന്നത്. സിസ്റ്റളി എന്ന് വെച്ചാൽ അത് കോൺട്രാക്റ്റ് ചെയ്യുന്നത്, ചുരുങ്ങുന്ന ആ ഒരു അതിനെയാണ് സിസ്റ്റളി എന്ന് വിളിക്കുന്നത്. അത് തിരിച്ച് പൂർവ്വസ്ഥിതിയിൽ എത്തുന്നതിനെ, ഹാർട്ട് പൂർവ്വസ്ഥിതിയിൽ എത്തുന്നതാണ് ഡയസ്റ്റളി. ഓർത്തിരിക്കണേ.
ദിസ് ഇൻക്രീസസ് ദ ഫ്ലോ ഓഫ് ബ്ലഡ് ഇൻ ടു ദി വെൻട്രിക്കിൾസ്. അപ്പോൾ ഈ ഏട്രിയ ചുരുങ്ങുമ്പോൾ എന്ത് പറ്റും? കോൺട്രാക്റ്റ് ചെയ്യുമ്പോൾ ഈ ഏട്രിയത്തിലുള്ള ബ്ലഡ് വെൻട്രിക്കിളിലേക്ക് ഫ്ലോ ചെയ്യുന്നു. എത്ര പെർസെൻറ്റേജ് എന്നിവിടെ പറഞ്ഞിട്ടുണ്ട്? 30% ബ്ലഡാണ് ആ സമയത്ത് വെൻട്രിക്കിളിലേക്ക് ഒഴുകുന്നത്. ദ ആക്ഷൻ പൊട്ടൻഷ്യൽ ഈസ് കണ്ടക്റ്റഡ് ടു ദി വെൻട്രിക്കുലാർ സൈഡ് ബൈ AVN ആൻഡ് AV ബണ്ടിൽ. AV നോഡ് AV ബണ്ടിൽ വെൻട്രിക്കുലാർ സൈഡിലുള്ള ആക്ഷൻ പൊട്ടൻഷ്യൽ ആ സമയത്ത് കണ്ടക്ട് ചെയ്യുന്നു. ഈ ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ ബണ്ടിൽ ഓഫ് ഹിസ്സിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ഈ ബണ്ടിൽ ഓഫ് ഹിസ് ആണ് എൻറ്റയർ വാസ്കുലാർ മസ്കുലേച്ചറിന് ഈ ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ കൊടുക്കുന്നത്. ദിസ് കോസസ് ദി വെൻട്രിക്കുലാർ മസിൽസ് ടു കോൺട്രാക്റ്റ്. അപ്പം ഈ ഒരു അങ്ങനെ ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ അവിടെ ഉണ്ടാകുമ്പോൾ ആണ് വെൻട്രിക്കുലാർ മസിൽസ് കോൺട്രാക്റ്റ് ആവുന്നത്, വെൻട്രിക്കുലാർ സിസ്റ്റളി അവിടെ നടക്കുന്നത്. വെൻട്രിക്കുലാർ സിസ്റ്റളിക്ക് കാരണമാകുന്നത് ഏതാണ്? AVN, AV ബണ്ടിൽ, ബണ്ടിൽ ഓഫ് ഹിസ് എന്നിവയാണ്. ദി ഏട്രിയ അണ്ടർഗോസ് റിലാക്സേഷൻ. ആ സമയത്ത് ഏട്രിയക്ക് എന്താണ്? ഡയസ്റ്റളിയാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഏട്രിയത്തിന് ഡയസ്റ്റളി സംഭവിക്കുമ്പോൾ വെൻട്രിക്കുലാർ സിസ്റ്റളി നടക്കുന്നു. വെൻട്രിക്കുലാർ സിസ്റ്റളി നടക്കുമ്പോൾ ട്രൈകസ്പിഡ് വാൽവ് അതുപോലെ ബൈകസ്പിഡ് വാൽവ് ഒക്കെ ക്ലോസ്ഡ് ആയിരിക്കും. കാരണം ഏട്രിയത്തിലേക്ക് ഈ ഒരു വെൻട്രിക്കിളിൽ നിന്നുള്ള ബ്ലഡ് തിരിച്ചൊഴുകി പോകാതിരിക്കാൻ വേണ്ടി ആ വാൽവുകളൊക്കെ ക്ലോസ്ഡ് ആയിരിക്കും. സെമി ലൂണാർ വാൽവ്സ് അപ്പോൾ ഓപ്പൺ ചെയ്യുന്നു. സെമി ലൂണാർ വാൽവ്സ് ഓപ്പൺ ചെയ്യുമ്പോൾ പൾമണറി ആർട്ടറിയിലേക്കും അതുപോലെ അയോർട്ടയിലേക്കും ബ്ലഡ് ഫ്ലോ ആകുന്നു. പൾമണറി ആർട്ടറി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏതാണ്? ശ്വാസകോശ ധമനിയാണ്. ഓർത്തിരിക്കുക, ശ്വാസകോശ ധമനിയാണ്. അവിടെ ഇംപ്യൂർ ബ്ലഡാണ്. അതുപോലെ പ്യുവർ ബ്ലഡിനെ കൊണ്ടുപോകുന്നതാണ് അയോർട്ട. ഓർത്തിരിക്കുക. ഈ ഒരു പ്രോസസ്സ് നടന്നതിന് ശേഷം ഈ ബ്ലഡ് വെൻട്രിക്കിളിൽ നിന്നും പൾമണറി ആർട്ടറിയിലേക്കും അയോർട്ടയിലേക്കും ഒക്കെ ഒഴുകിയതിന് ശേഷം വെൻട്രിക്കിൾ റിലാക്സ് ആവുന്നു. അവിടെ വെൻട്രിക്കുലർ ഡയസ്റ്റളി നടക്കുന്നു. ആ സമയത്ത് വെൻട്രിക്കുലർ ഡയസ്റ്റളി നടക്കുമ്പോൾ സെമി ലൂണാർ വാൽവ്സ് ക്ലോസ് ആകുന്നു. പിന്നീട് വെൻട്രിക്കുലർ പ്രഷർ ഡിക്ലൈൻ ചെയ്യുമ്പോൾ ട്രൈകസ്പിഡ് ബൈകസ്പിഡ് വാൽവ് ഓപ്പൺ ആകുന്നു. വീണ്ടും ബ്ലഡ് വെൻട്രിക്കിളിലേക്ക് ഫ്ലോ ചെയ്യുന്നു. ആ സമയത്ത് പിന്നെയും ആദ്യം ഉണ്ടായിരുന്ന പോലെ തന്നെ വെൻട്രിക്കിളും ഏട്രിയയും റിലാക്സ് ആവുന്നു. അവിടെ ജോയിൻറ്റ് ഡയസ്റ്റളി നടക്കുന്നു. സൂൺ ദി SAN ജനറേറ്റ്സ് എ ന്യൂ ആക്ഷൻ പൊട്ടൻഷ്യൽ. അപ്പോൾ തന്നെ SAN ആണെങ്കിൽ പുതിയൊരു ആക്ഷൻ പൊട്ടൻഷ്യൽ അവിടെ ജനറേറ്റ് ചെയ്യുന്നു. ദ ഇവൻറ്റ്സ് ഡിസ്ക്രൈബ്ഡ് എബോവ് ആർ റിപ്പീറ്റഡ്. അപ്പം ഈ ഒരു ഇവൻ്റ് ഇങ്ങനെ റിപ്പീറ്റ് ആയിക്കൊണ്ടേ ഇരിക്കുന്നു. ഈ ഒരു പ്രോസസ്സ് അങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹേർട്ടിൻ്റെ ഈ ഒരു സീക്വൻഷ്യൽ ഇവൻറ്റിനെ വിളിക്കുന്നത് കാർഡിയാക് സൈക്കിൾ എന്നാണ്. ഒരു കാർഡിയാക് സൈക്കിൾ എന്ന് പറയുമ്പോൾ ഒരു സിസ്റ്റളിയും ഒരു ഡയസ്റ്റളിയും നടക്കുന്നുണ്ട്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സിസ്റ്റളി ഡയസ്റ്റളി ഓഫ് ബോത്ത് ദി ഏട്രിയ ആൻഡ് വെൻട്രിക്കിൾ. ആസ് മെൻഷൻഡ് ഏർലിയർ, ഹാർട്ട് ബീറ്റ്സ് 72 times per minute. നമ്മൾ പറഞ്ഞിരുന്നു ഹാർട്ട് ബീറ്റ് എന്നത് ആവറേജ് ഹാർട്ട് ബീറ്റ് എത്ര ആണ്? ഒരു മിനിറ്റിൽ 72 പ്രാവശ്യമാണ് ഹാർട്ട് ബീറ്റ് ചെയ്യുന്നത്. ദാറ്റ് മെനി കാർഡിയാക് സൈക്കിൾസ് ആർ പെർഫോംഡ് പെർ മിനിറ്റ്. എന്ന് വെച്ചാൽ ഒരുപാട് കാർഡിയാക് സൈക്കിൾസ് ഒരു മിനിറ്റിൽ നടക്കുന്നുണ്ട്. ഫ്രം ദിസ് ഇറ്റ് കുഡ് ബി ഡിഡക്റ്റഡ് ദാറ്റ് ഡ്യൂറേഷൻ ഓഫ് കാർഡിയാക് സൈക്കിൾ. ഒരു കാർഡിയാക് സൈക്കിളിൻ്റെ ഡ്യൂറേഷൻ അതുകൊണ്ട് തന്നെ 0.8 സെക്കൻഡ് ആണ് എന്ന് പറയാം. ചോദിക്കാം, ഒരു കാർഡിയാക് സൈക്കിളിൻ്റെ ഡ്യൂറേഷൻ എത്രയാണ്? 0.8 സെക്കൻഡ് ആണ്. ഡ്യൂറിങ് എ കാർഡിയാക് സൈക്കിൾ ഈച്ച് വെൻട്രിക്കിൾ പമ്പ്സ് ഔട്ട് അപ്രോക്സിമേറ്റ്ലി 70 milliliter ഓഫ് ബ്ലഡ്. അതിനെ സ്ട്രോക്ക് വോളിയം എന്നാണ് വിളിക്കുന്നത്. സ്ട്രോക്ക് വോളിയം മൾട്ടിപ്ലൈഡ് ബൈ ദി ഹാർട്ട് റേറ്റ് gives the cardiac output. Therefore, the cardiac output can be defined as the volume of blood pumped out by each ventricle per minute and average 500 milliliter of 5 liters in a healthy individual. ഒരു ഹെൽത്തി ഇൻഡിവിജ്വലിൻ്റെ ശരീരത്തിൽ എത്രമാത്രം ബ്ലഡാണ് പമ്പ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 5 ലിറ്റർ ആണ്. ദ ബോഡി ഹാസ് ദി എബിലിറ്റി ടു ആൾട്ടർ ദി സ്ട്രോക്ക് വോളിയം ആസ് വെൽ ആസ് ദി ഹാർട്ട് റേറ്റ് and thereby the cardiac output. For example, cardiac output of an athlete will be much higher. ഒരു സാധാരണ മനുഷ്യൻ്റെ
ഇതിനെക്കാട്ടിലും കാർഡിയാക് ഔട്ട്പുട്ട് അത്ലറ്റിന് കൂടുതലായിരിക്കുമെന്ന് പറയുന്നു. നമുക്ക് സ്റ്റെതസ്കോപ്പ് വെച്ചിട്ട് ഹാർട്ട് ബീറ്റ് കേൾക്കാനായിട്ട് പറ്റും. 2 പ്രൊമിനൻ്റ് സൗണ്ടാണ് ഓരോ കാർഡിയാക് സൈക്കിളിലും ഉള്ളത്, ലബും ഡബും. ലബ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഹാർട്ട് സൗണ്ടാണ്. അത് ട്രൈകസ്പിഡ് വാൽവിൻ്റെയും ബൈകസ്പിഡ് വാൽവിൻ്റെയുമാണ്. ഇനി സെക്കൻഡ് ഹാർട്ട് സൗണ്ട് ഡബാണ്. അത് സെമി ലൂണാർ വാൾസ് അടയുന്ന സൗണ്ടാണ്. ഈ സൗണ്ട്സ് രോഗനിർണയം നടത്തുന്നതിനൊക്കെ സഹായകരമാണ്. അടുത്തത് ഇലക്ട്രോ കാർഡിയോഗ്രാഫ് അല്ലെങ്കിൽ ECG. കാർഡിയാക് സൈക്കിൾ നടക്കുന്ന സമയത്ത് ഹാർട്ടിൻ്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റിയെ ഗ്രാഫിക്കലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ECG. ടു ഒബ്റ്റെയിൻ എ സ്റ്റാൻഡേർഡ് ECG, ഇവിടെ പിക്ചർ കാണിച്ചിട്ടുണ്ട്. ഈ രീതിയിലുള്ള സ്റ്റാൻഡേർഡ് ECG ലഭിക്കാനായിട്ട് പേഷ്യൻറ്റിനെ ഈ മെഷീനായിട്ട് കണക്ട് ചെയ്യുന്നു. കണക്ട് ചെയ്യാൻ 3 ഇലക്ട്രിക്കൽ ലെഡ്സ് അവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഓരോന്നും ഓരോ റിസ്റ്റിലും അതുപോലെ ലെഫ്റ്റ് ആംഗിളുമായിട്ട് കൊടുക്കുന്നു. ഇത് കണ്ടിന്യൂസ് ആയിട്ടും ഹാർട്ട് ആക്ടിവിറ്റി മോണിറ്റർ ചെയ്യുന്നു. ഹാർട്ട് ഫങ്ഷൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇവാലുവേഷനാണ് വേണ്ടത് എങ്കിൽ മൾട്ടിപ്പിൾ ലെഡ്സ് ചെസ്റ്റ് റീജിയനിലായിട്ട് അറ്റാച്ച് ചെയ്ത് വെക്കും. ഈച്ച് പീക്ക് ഇൻ ദി ECG ഈസ് ഐഡൻറ്റിഫൈഡ് വിത്ത് എ ലെറ്റർ ഫ്രം P to T that corresponds to a specific electrical activity of the heart. ഡയഗ്രാം കാണിച്ചിരിക്കുന്നത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. P മുതൽ T വരെയുള്ള ലെറ്റർ വെച്ചിട്ടാണ് ECGയിലുള്ള ആ ഓരോ പീക്കും കാണിച്ചിരിക്കുന്നത്, ഓരോ പീക്കും ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഇതിൽ P വേവ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇലക്ട്രിക്കൽ എക്സൈറ്റേഷൻ ഓഫ് ഏട്രിയ ആണ്, അല്ലെങ്കിൽ ഡീപോളറൈസേഷൻ ഓഫ് ഏട്രിയ ആണ്, വിച്ച് ലീഡ്സ് ടു ദി കോൺട്രാക്ഷൻ ഓഫ് ബോത്ത് ദി ഏട്രിയ. ഇനി QRS കോംപ്ലക്സ് ഉണ്ട്, അത് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഡീപോളറൈസേഷൻ ഓഫ് വെൻട്രിക്കിൾ ആണ്, വിച്ച് ഇനിഷ്യേറ്റ്സ് ദി വെൻട്രിക്കുലാർ കോൺട്രാക്ഷൻ. The contraction starts shortly after Q and marks the beginning of the systole. ക്യൂവിനെ നമുക്ക് Q എന്ന് പറയുന്ന ലെറ്റർ കാണുമ്പോൾ മനസ്സിലാക്കേണ്ടത് കോൺട്രാക്ഷൻ തുടങ്ങുകയാണ്, സിസ്റ്റളിയുടെ ബിഗിനിങ് ആണ് എന്നാണ്. T wave represents the return of the ventricles from excited to normal state. The end of the T wave marks the end of systole. T വേവിൻ്റെ എൻഡിൽ സിസ്റ്റളിയുടെ എൻഡാണ് കാണിക്കുന്നത്. ഒബ്വിയസ്ലി by counting the number of QRS complexes that occur in a given time period, one can determine the heartbeat rate of an individual. നമുക്ക് ഈ QRS കോംപ്ലക്സസിൻ്റെ നമ്പർ വെച്ചിട്ട് കൗണ്ട് ചെയ്തിട്ട് ഹാർട്ട് ബീറ്റ് ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് പറ്റും. Since the ECGs obtained from different individuals have roughly the same shape for a given lead configuration. സെയിം ഷേപ്പിലാണ് എല്ലാവരുടെ ECG വരിക. ഇതിലെന്തെങ്കിലും ഡീവിയേഷൻ, ഈ ഷേപ്പിൽ എന്തെങ്കിലും ഡീവിയേഷൻ വരികയാണ് എങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പോസിബിൾ അബ്നോർമാലിറ്റിയോ അല്ലെങ്കിൽ ഡിസീസിനെയോ ആണ്. ഹെൻസ് ഇറ്റ് ഈസ് ഓഫ് എ ഗ്രേറ്റ് ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ്. ഇത്രയുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ബാക്കി ഡബിൾ സർക്കുലേഷൻ അങ്ങനെ കുറച്ച് ടോപ്പിക്കുകളുണ്ട്, അതൊന്നും നമുക്ക് സിലബസിൽ പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട്, ഡിസീസസ് ഉണ്ട്, സിലബസിൽ ഇല്ലാത്തത് കൊണ്ട് അതൊന്നും പറയുന്നില്ല. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ ഈ സ്ലൈഡ് ഷെയർ ചെയ്യുന്നത് വായിച്ചു നോക്കേണ്ടവർക്ക് വായിച്ചു നോക്കാം, അതിനാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.